കേരളത്തിലെ ലോട്ടറി വിൽപ്പനയിൽ നിന്ന് പിന്മാറുകയാണെന്ന് മിസോറാം. കേരളം സ്വാഗതം ചെയ്യാത്ത സാഹചര്യത്തിലാണ് പിന്മാറുന്നത് എന്ന് മിസോറാം ധനമന്ത്രി ലാൽ സാവ്ത ന്യൂസ് 18നോട് പറഞ്ഞു. കേരള സർക്കാരിന്റെ നിലപാടിന്റെ വിജയമാണിതെന്ന് ധനമന്ത്രി ടി.എം. തോമസ് ഐസക് പ്രതികരിച്ചു. രണ്ടു വാചകത്തിൽ മിസോറാം ധനമന്ത്രി പ്രധാനപ്പെട്ട ആ തീരുമാനം പ്രഖ്യാപിച്ചു. Operate in Kerala, but since the state does not welcome, we see that we shall not do it. Nothing more to comment. Since the state does not welcome, we shall not do it. Have you withheld the sale of lottery? Yes. It has been cancelled. It has been cancelled. പിന്മാറുന്നു എന്ന ആ പ്രഖ്യാപനത്തെ സംസ്ഥാനത്തിന്റെ വിജയമെന്ന വിശേഷണത്തോടെയാണ് ധനമന്ത്രി തോമസ് ഐസക് സ്വീകരിച്ചത്. മിസോറാം സർക്കാരിന് ആകെ 25 കോടി രൂപയാണ് കിട്ടുന്നത്. പക്ഷെ കേരളത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. GST നടപ്പായ ജൂലൈ 1 ആരംഭിച്ച രാഷ്ട്രീയ വിവാദത്തിനു കൂടിയാണ് മിസോറാമിന്റെ പിന്മാറ്റത്തിലൂടെ താൽക്കാലിക അവസാനമായത്. സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ടീസ്റ്റാ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കേരളത്തിൽ ലോട്ടറി വിൽപ്പനയ്ക്ക് കരാറെടുത്തിരുന്നത്. അനുമതി നൽകിയെന്ന കത്ത് മിസോറാം ലോട്ടറി ഡയറക്ടർ ധനമന്ത്രിക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ നിയമവിരുദ്ധമാണ് ലോട്ടറി എന്ന് ചൂണ്ടിക്കാണിച്ച് കേരളം നിയമ നടപടി തുടങ്ങി. 2 വിതരണക്കാരെ അറസ്റ്റ് ചെയ്തു. പിന്നാലെ മിസോറാം കേരളത്തിലെ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് ലോട്ടറി നിയമവിധേയമാണെന്ന് ആവർത്തിച്ചു. അടുത്ത തിങ്കളാഴ്ച നറുക്കെടുക്കാനിരുന്ന ലോട്ടറി ഉൾപ്പെടെ വിപണിയിൽ എത്തിക്കുകയും ചെയ്തു. ഇന്ന് മിസോറാം ധനമന്ത്രി പിന്മാറ്റം പ്രഖ്യാപിച്ചതോടെ ലോട്ടറി വമ്പന്മാരുടെ അടുത്ത നീക്കത്തിലാണ് സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ശ്രദ്ധ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.